ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും അവരുടെ പാർട്ട്ണറിനെ കുറിച്ചിട്ട് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. ഇത്തരത്തിൽ സ്ത്രീകളെ ഇഷ്ടപ്പെടുന്ന പുരുഷന്റെ ചില സ്വഭാവങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ഏതൊരു സ്ത്രീയും തൻ്റെ പാർട്ട്ണർക്ക് വേണം എന്ന് വിചാരിക്കുന്ന ഒരു സ്വഭാവം എന്ന് പറയുന്നത് സത്യസന്ധതയാണ്. അതായത് എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് ഓപ്പണായിട്ട് സത്യസന്ധമായിട്ട് പറയുന്ന ഒരു പാർട്ട്ണർ. ചില വ്യക്തികളുണ്ട്, ഒരു കള്ളം പറഞ്ഞു അത് മൂടി വെക്കാൻ വേണ്ടി വേറെ കള്ളം പറയുന്നു. ഇങ്ങനെ നുണകളുടെ ഒരു ചീട്ട കൊട്ടാരം തന്നെ ഉണ്ടാക്കുന്ന പുരുഷന്മാരും ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു പുരുഷന്മാരെ ഒരു സ്ത്രീകൾക്കും ഇഷ്ടമല്ല. എന്ത് കാര്യമാണോ ആ കാര്യം അതേപോലെ തന്നെ ഓപ്പണായിട്ട് പറയുന്ന ഒരു പാർട്ട്ണറിനെയാണ് എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുക. അതേപോലെ തന്നെ ഇങ്ങനെ സത്യസന്ധരായിട്ടുള്ള ആണുങ്ങളെ അല്ലെങ്കിൽ പുരുഷന്മാരെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർ ലൈഫിൽ അങ്ങനെ കള്ളത്തരം അല്ലെങ്കിൽ വഞ്ചന കാണിക്കില്ല എന്നുള്ളൊരു വിശ്വാസം സ്ത്രീകൾക്കുണ്ട്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് സ്ത്രീകൾ വേണം എന്ന് ആഗ്രഹിക്കുന്ന പുരുഷന്റെ സ്വഭാവത്തിൽപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റെസ്പെക്റ്റ് ആണ്. അതായത് ബഹുമാനം കൊടുക്കുന്ന പുരുഷന്മാർ. ചില ആളുകളുണ്ട്, അവരങ്ങനെ ഗേൾസിന് അങ്ങനെ റെസ്പെക്റ്റും കാര്യങ്ങളൊന്നും കൊടുക്കത്തില്ല. അവരുടെ വൈഫിനും കൊടുക്കത്തില്ല, വേറെ ആർക്കും കൊടുക്കത്തില്ല. ഇത്തരത്തിലുള്ള പുരുഷന്മാർ ഒരു സ്ത്രീകൾക്കും ഇഷ്ടമല്ല. അവളെ റെസ്പെക്റ്റ് ചെയ്യണം, അതേപോലെ തന്നെ ബാക്കിയുള്ള സ്ത്രീകളെയും റെസ്പെക്റ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള പുരുഷന്മാരെയാണ് എല്ലാ പെൺകുട്ടികൾക്കും ഇഷ്ടം. ഈ ഒരു സ്വഭാവ ഗുണം ഉള്ള പുരുഷന്മാരെ എല്ലാ സ്ത്രീകൾക്കും ഒരുപാട് ഇഷ്ടമാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമതായിട്ട് ഒരു പുരുഷന് വേണം എന്ന് സ്ത്രീകൾ ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവം എന്ന് പറയുന്നത് അവളെ കൊഞ്ചിക്കുന്ന ഒരു പുരുഷനായിരിക്കണം. അതായത് റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിൽ തന്നെ എപ്പോഴും ഇങ്ങനെ സീരിയസ് ആയിട്ട് ഇരിക്കാതെ കുറച്ച് തമാശകളൊക്കെ പറഞ്ഞിട്ട് അവളെ കൊഞ്ചിച്ച് കൊണ്ട് നടക്കുന്ന പുരുഷന്മാരെയാണ് എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുക. പൊതുവെ സ്ത്രീകൾക്ക് അവരിങ്ങനെ കൊഞ്ചിക്കുക, അതായത് എടി വാടി പോടി ഇങ്ങനെയൊന്നും വിളിക്കാതെ എടാ മോളെ ഇങ്ങനെയൊക്കെ വിളിക്കുന്നതാണ് സ്ത്രീകൾക്കൊക്കെ തന്നെ ഇഷ്ടം. പിന്നെ അവരുടെ പെറ്റ് നെയിംസും കാര്യങ്ങളൊക്കെ വിളിക്കുന്നതും സ്ത്രീകൾക്ക് ഇഷ്ടമാണ്. ഇത്തരത്തിൽ സ്ത്രീകളെ കൊഞ്ചിക്കുന്ന പുരുഷന്മാരെ അവർക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ ഇതൊന്നും അറിയാതെ നടക്കുന്ന നിങ്ങൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. നാലാമതായിട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, തെറ്റ് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സ്. അതായത് ചില പുരുഷന്മാരുണ്ട്, അവരെന്ത് തെറ്റ് ചെയ്താലും അതൊരിക്കലും അംഗീകരിക്കത്തില്ല. അതായത് അവരുടെ പാർട്ട്ണറാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അവരുടെ തലയെ കൊണ്ട് വെച്ച് കൊടുക്കും. അതിപ്പോൾ അവരുടെ ഫാമിലിയിൽ നിൽക്കുന്ന ടൈമിലോ അല്ലെങ്കിൽ തനിച്ചുള്ള ടൈമിലോ ഒക്കെ ആണെങ്കിലും അതെ, അവർ ചെയ്യുന്ന തെറ്റൊന്നും തെറ്റല്ല, അതൊക്കെ അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ തലയെ കൊണ്ട് വെച്ച് കൊടുക്കും. എന്നിട്ട് അവരുടെ തെറ്റ് അവർ അംഗീകരിക്കത്തുമില്ല. ഇത്തരത്തിലുള്ള പുരുഷന്മാരെ ഒരു സ്ത്രീകൾക്കും ഇഷ്ടമല്ല. മറിച്ച് അവനവൻ ചെയ്ത തെറ്റ് അത് തെറ്റാണെങ്കിൽ തെറ്റാണ് എന്ന് പറഞ്ഞ് അംഗീകരിക്കുന്ന പുരുഷന്മാരെയാണ് എല്ലാ സ്ത്രീകൾക്കും ഇഷ്ടം. ഇതാണ് നമ്മുടെ നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അഞ്ചാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ്. അതായത് എന്ത് കാര്യത്തിനും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിനെ സഹായിക്കുന്ന ഒരു ഹസ്ബൻഡ്. അതായത് ഇപ്പോൾ വീട്ടുജോലിയൊക്കെ ആണെങ്കിൽ പകുതി അവർ ചെയ്തു, പകുതി ആ ഒരു പുരുഷൻ ചെയ്തു. ഇങ്ങനെ അവരെ എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്ത് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പുരുഷനെയാണ് എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുക. ഇപ്പോൾ കിച്ചൺ ഡ്യൂട്ടീസൊക്കെ ആണെങ്കിൽ ഒരാൾ കുക്ക് ചെയ്യുന്നു, മറ്റാൾ അത് വാഷ് ചെയ്യുന്നു. ഇങ്ങനെ എല്ലാം പകുതി വെച്ച് ഷെയർ ചെയ്ത് ചെയ്യുന്ന വ്യക്തികളെ അല്ലെങ്കിൽ പുരുഷന്മാരെയാണ് എല്ലാ പെൺകുട്ടികൾക്കും ഇഷ്ടം. ഇങ്ങനെ ഉള്ള ഒരാളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ അവർക്കധികം വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വരില്ല. കാരണം എന്ത് കാര്യത്തിനും സപ്പോർട്ടായിട്ട് ഈ ഒരു വ്യക്തി ഉണ്ടാവും. ഇപ്പോൾ ജോലിയാണെങ്കിലും അല്ലാതെ വർക്കിൻ്റെ കാര്യമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ഒരു ബാക്ക് ബോണായിട്ട് അല്ലെങ്കിൽ ഒരു സപ്പോർട്ടായിട്ട് ഈ ഒരു വ്യക്തി നിൽക്കും. ഇങ്ങനെ നിൽക്കുന്ന അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ ഒരു പാർട്ട്ണറിനെയാണ് എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുക. ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ കാര്യം. ഇനി ആറാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ആറാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ദുശീലങ്ങളാണ്. അതായത് പെൺകുട്ടികൾക്കൊക്കെ ഒരു ദുശീലങ്ങളൊന്നും ഇല്ലാത്ത ഭർത്താവ് അല്ലെങ്കിൽ പുരുഷന്മാരെയാണ് ഇഷ്ടം. ഇത്തരത്തിൽ ദുശീലങ്ങൾ ഒന്നും ഇല്ലാത്ത ഒരാളെ ഹസ്ബൻഡായിട്ട് കിട്ടണം അല്ലെങ്കിൽ പാർട്ട്ണറായിട്ട് കിട്ടണം എന്നാണ് എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ 6 കാര്യങ്ങൾ. ഈ 6 കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കുന്നു.
വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.